Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala asyrafil makhluqin wa ala alihi wa sahbihi ajma'in. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണല്ലോ നാം പറഞ്ഞു വരുന്നത്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലം ഇസ്ലാമിന്റെ മുന്നേറ്റത്തിന് വേണ്ടി ഏത് ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടും അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹിജ്റ 19-ാം വർഷം മുസ്ലിം സൈന്യം റോമ സാമ്രാജ്യത്തിനെതിരെ പോർക്കളത്തിലാണ്. ധീരമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിം സാന്നിധ്യം തന്നെ സഹിക്കാത്ത റോമ ഭരണാധികാരികൾ മുസ്ലിം സൈന്യത്തോട് ഏറ്റുമുട്ടി പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന മുസ്ലിം യോദ്ധാക്കളെ ക്രൂരമായി പീഡിപ്പിക്കുകയും മതപരിവർത്തനത്തിന് നിർബന്ധിക്കുകയും ചെയ്തിരുന്ന കാലമായിരുന്നു അത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബ് തങ്ങളെ സൈന്യത്തിൽ വ്യത്യസ്ത തസ്തികകളിലായി ധീരസമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യാദൃച്ഛികമായി അദ്ദേഹം റോമൻ പട്ടാളത്തിന്റെ പിടിയിൽ അകപ്പെട്ടു. യുദ്ധത്തിൽ പരാജയം മാത്രം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന റോമൻ സൈന്യത്തിന് വല്ലപ്പോഴും ലഭിക്കുന്ന ഒരാശ്വാസമാണ് മുസ്ലിം തടവുകാർ. എല്ലാ തടവുകാരെയും രാജാവിന്റെ മുന്നിൽ ഹാജരാക്കണമെന്നും രാജാവ് കൽപ്പിക്കുന്ന ശിക്ഷ നൽകണമെന്നുമാണ് അവിടുത്തെ നിയമം. അവർ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ കൊട്ടാരത്തിൽ എത്തിച്ചു. കൈകാലുകളിൽ ചങ്ങലകൾ വീണു. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നു ഇത്. റോമിൽ തടങ്കൽ പാളയത്തിലെത്തിയ അദ്ദേഹം വിചാരണയ്ക്കു വേണ്ടി രാജകൊട്ടാരത്തിൽ ഹാജരാക്കപ്പെടുകയാണ്. മുമ്പും മുസ്ലിം തടവുകാർ വിചാരണക്കിരയായിട്ടുണ്ട്. അവരുടെ ആദർശബോധത്തിന് മുന്നിൽ പരാജയപ്പെട്ട അനുഭവങ്ങളെയുള്ളൂ. ആദർശത്തിന് ഇത്രയേറെ വില കൽപ്പിക്കുന്ന ഒരു സമുദായം വേറെയില്ലെന്ന് രാജാവ് പറയാറുണ്ട്. മുൻവിധിയോടെ തന്നെ രാജാവ് അബ്ദുള്ളയോട് പറഞ്ഞു, എനിക്ക് ഒരു കാര്യം മാത്രമേ നിന്നോട് പറയാനുള്ളൂ. നീ ഇസ്ലാം മതം ഒഴിവാക്കി ക്രിസ്തു മതം സ്വീകരിക്കാൻ തയ്യാറായാൽ നിന്നെ ഞാൻ വെറുതെ വിടാം. നിനക്ക് ആദരണീയമായ സ്ഥാനങ്ങൾ നൽകാം. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു കടുത്ത അമർഷവും ഈർഷ്യതയും പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വിദൂരം, വളരെ വിദൂരം. ഈ കൽപ്പന സ്വീകരിക്കുന്നതിലേറെ 1000 തവണ മരിക്കുകയാണ് എനിക്കിഷ്ടം. കൈസർ, നീ ധീരനായ മനുഷ്യനാണ്. പക്വതയും ബുദ്ധിയുമുണ്ടെന്ന് എനിക്കറിയാം. ക്രിസ്തുമതം സ്വീകരിക്കുകയാണെങ്കിൽ നിനക്ക് അർഹമായ സ്ഥാനങ്ങൾ, അധികാരങ്ങൾ, ഇഷ്ടം പോലെ സമ്പത്ത് എല്ലാം പ്രതീക്ഷിക്കാം. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കളും രാജാക്കന്മാരും സമ്പാദിച്ചത് മുഴുവനും തന്നാലും ഈ മതത്തിൽ നിന്ന് ഒരു നിമിഷം മാറി നിൽക്കാൻ എനിക്ക് സാധ്യമല്ല ചക്രവർത്തി. കൈസർ, എങ്കിൽ നിന്നെ വധിക്കും. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഞാൻ നിങ്ങളുടെ തടവുകാരനാണല്ലോ. രാജാവ് കൽപ്പിച്ചു. ആരെവിടെ? ഒരു കൊട്ടാര ഉദ്യോഗസ്ഥൻ ഓടി വന്നു. ഈ ധിക്കാരിയെ കൊണ്ടുപോയി കഴിമരത്തിൽ നാട്ടുക. എന്നിട്ട് അവനോട് ഇസ്ലാമിന് പിന്മാറാൻ പറയുക. ക്രിസ്തുമതം സ്വീകരിക്കാൻ പറയുക. സ്വീകരിക്കുന്നില്ലെങ്കിൽ അവന്റെ കൈ കമ്പയുക. എന്നിട്ടും വഴങ്ങുന്നില്ലെങ്കിൽ അവന്റെ കാലിനും അമ്പയുക. അവർ കൽപ്പന നിറവേറ്റി. രാജകൊട്ടാരത്തിൽ അറബികളെ പോലെ ജീവിക്കുന്ന ആ ഉദ്യോഗസ്ഥർക്ക് മറുത്തൊന്നും പറയാനും പറ്റില്ലല്ലോ. അബ്ദുള്ളയുടെ ആദർശബോധം, വിശ്വാസദാർഢ്യം കൊട്ടാരത്തെ നിശ്ചലമാക്കി. ഓരോരുത്തരും സ്വയം പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ ആദർശവാദിയാണ്, ധീരനാണ്. എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെ തന്നെയാണ്. സത്യത്തിനു വേണ്ടി ജീവൻ ത്യജിക്കുവാൻ അവർ സന്നദ്ധരാണ്. നിരന്തരമായ ശരവർഷം അബ്ദുള്ളയുടെ ശരീരത്തിൽ. പക്ഷേ ശരങ്ങൾ ഏൽക്കുന്നില്ല. എല്ലാം ഉന്നം പുയക്കുകയാണ്. അവർ രാജാവിനോട് വിവരം പറഞ്ഞു, അബ്ദുള്ളക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല പ്രഭു. ആദർശം വിട്ട് ക്രിസ്ത്യാനിയാകാൻ അയാൾ തയ്യാറാകുന്നില്ല. അമ്പുകൾ അയാളുടെ ശരീരത്തിൽ ഏൽക്കുന്നില്ല. ഏറ്റാലും ഒരു ഫലവും ചെയ്യുന്നില്ല. കൈസർ പറഞ്ഞു, എങ്കിൽ അദ്ദേഹത്തെ കെട്ടയച്ച് താഴെ ഇറക്കുക, ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ.
5 സൈനികർ അബ്ദുള്ളയെ വലയം ചെയ്തു. കൈകാലുകളിൽ ബലിഷ്ഠമായ ചെങ്ങലകൾ, ചുറ്റും നിൽക്കുന്നവരുടെ ശക്തിയേറിയ തെളിവാക്കുകൾ, ക്രിസ്തുവിനെ വിളിച്ചുകൊണ്ടുള്ള ശബ്ദഘോഷങ്ങൾ. രാജകൊട്ടാരത്തിൽ വീണ്ടും അബ്ദുള്ള യാതൊരു ഭാവമേറ്റവുമില്ലാതെ അബ്ദുള്ളയെ കണ്ട് ദേഷ്യപ്പെട്ട രാജാവ് പറഞ്ഞു, നീ ഇനിയും ഇസ്ലാമിന് പിന്മാറാൻ തയ്യാറായില്ലേ? ഇല്ലെങ്കിൽ എനിക്കിതാ ക്രൂരമായ നിന്ദ്യമായ മരണമാണ് ഞാൻ നൽകാൻ പോകുന്നത്. അബ്ദുള്ള തങ്ങൾ ധീരമായി പറഞ്ഞു, എല്ലാം സഹിക്കാം, പക്ഷേ ഇസ്ലാമിന് പിന്മാറാൻ ഞാൻ തയ്യാറല്ല. അല്ലാഹു ഏകനാണ്. പ്രാകൃതമായ ശിക്ഷാമുറയാണ് റോമിൽ. തിരുമൊഴിക്ക് എതിർമൊഴി പാടില്ല. രാജകൽപ്പന ലംഘിക്കാൻ ആർക്കും പാടില്ല. ലംഘിക്കുന്നവരെ തിളച്ച എണ്ണയിൽ ചുട്ടുകരിച്ചാണ് കൊലപ്പെടുത്തുക. അബ്ദുള്ളക്ക് വേണ്ടി ഒരു വലിയ ചെമ്പു നിറയെ എണ്ണ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അബ്ദുള്ളയെ വാരി വിഴുങ്ങാൻ കാത്തിരിക്കുകയാണ് ആ ചെമ്പ്. തിളച്ച എണ്ണയിൽ അബ്ദുള്ളയെ മുങ്ങി മരിക്കുന്നത് കാണാൻ കൊട്ടാര ഉദ്യോഗസ്ഥന്മാരും രാജാവിന്റെ പരിചാരകന്മാരും അതുപോലെ തോയിമാരും കാത്തിരിക്കുകയാണ്. ക്രൂരതയുടെ താളലയങ്ങൾ ഉയരാൻ തുടങ്ങി. ഭക്തിഗീതങ്ങളുടെയും സംഗീതത്തിന്റെയും ആരവങ്ങൾ അബ്ദുള്ളയെ വിവസ്ത്രനാക്കി ആനയിക്കുന്നു ചെമ്പടുപ്പിന്റെ മുമ്പിലേക്ക്. ഉന്നതങ്ങളിൽ യേശുവിന്റെ സ്തുതി. വല്ലവരും യേശുവിലായാൽ യേശു അവനിലായി. സ്നേഹമാണ് യേശു, സ്നേഹമാണ് ദൈവം. യേശുവിൽ വിശ്വസിക്കാത്തവർ നിന്ദ്യരും നീചരും, അവർക്ക് വരാനിരിക്കുന്ന നീചമായ മരണം. ബൈബിൾ പ്രഘോഷണങ്ങളുടെ സ്ഥിരം ശബ്ദബീജകൾ. അവർ ചെമ്പടുപ്പിന്റെ മുന്നിലെത്തി. അബ്ദുള്ളക്ക് യാതൊരു ഭാവമാറ്റവുമില്ല. ആ ചുണ്ടുകൾ എന്തോ മന്ത്രോച്ചാരണങ്ങൾ മൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അബ്ദുള്ളയുടെ നയനങ്ങൾ 4 വാളും മേഞ്ഞു നടന്നു. പ്രത്യേക യൂണിഫോം അണിഞ്ഞ സന്യാസിമാർ, രാജകീയ വസ്ത്രമണിഞ്ഞ കൊട്ടാര സ്ത്രീകൾ, സുരസുന്ദരികളായ നർത്തകിമാർ, സ്വർണപാത്രങ്ങളിൽ കോരിയെടുക്കുന്ന മദ്യം ഒഴിച്ചു കൊടുക്കുന്ന സുന്ദരന്മാരായ ബാലന്മാർ, തീക്കനൽ പോലെ ചുവന്ന് തുടുത്ത കണ്ണുകളും നീണ്ട താടിയും ക്രൗരഭാവമുള്ള ചിലർ, അവരാണ് തീ കത്തിക്കുന്നത്. തന്റെ നേരെ മുമ്പിലായി 2 അറബി വംശജരെ കണ്ടപ്പോൾ അബ്ദുള്ള ഞെട്ടി. താൻ മാത്രമല്ല 2 സഹോദരങ്ങളും ഇവിടെ നേരിടുകയാണ്. മരണത്തിന്റെ ഏതാനും നിമിഷങ്ങളുടെ ദൂരം. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കാത്തിരുന്നു കാണാം. കൈകാലുകൾ ഇപ്പോഴും ശക്തമായ ചെങ്ങലകളിൽ ബന്ധിതമാണ്. മറ്റു 2 പേരുടെയും അവസ്ഥ അതുതന്നെ. മണിമുഴക്കി മുഖ്യ പുരോഹിതന്റെ മന്ത്രോച്ചാരണങ്ങൾ ആരംഭിച്ചു. കൗരഭാവമുള്ള ഒരു അടുക്കളക്കാരൻ തീ ആടിക്കത്തിച്ചു. 2-3 പേർ ഓടി വന്ന് ഒരാളെ വാരിയെടുക്കുന്നു. നേരെ തിളച്ചു നിൽക്കുന്ന എണ്ണയിൽ മുക്കുന്നു. അയാളുടെ ഊരക്കു കെട്ടിയ കയറിൽ പിടിച്ച് ചെമ്പിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിക്കൊണ്ടിരിക്കുന്നു. കരഘോഷങ്ങളും സംഗീതത്തിന്റെ താളലയങ്ങളും പുരോഹിതന്മാരുടെ ഭക്തിഗീതങ്ങളുമായി ആഹ്ലാദപൂർവ്വം അവർ ആഘോഷിക്കുന്നു. കരഘോഷങ്ങളുടെ നിലക്കാത്ത പ്രവാഹം. ആ സഹോദരന്റെ പ്രാണൻ പോയി. മാംസപേശികൾ ഉരുകി അലിഞ്ഞ് ചെമ്പിൽ കലങ്ങി. ഊരക്ക് കെട്ടിയ കയർ കപ്പിയിലൂടെ വലിച്ചുയർത്തിയപ്പോൾ കേവലം അസ്ഥികൂടം മാത്രം. ഇതാ ഇങ്ങനെയാണ് ഇവിടുത്തെ ശിക്ഷ. നിനക്ക് യേശുവിൽ വിശ്വസിക്കാൻ സമയമായോ? ഇനിയും അവസരമുണ്ട്. ഒരു പുരോഹിതന്റെ ചോദ്യം. രണ്ടാമൻ ഉറക്കെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ മരണം എത്ര മനോഹരം, ആഹ്ലാദകരം. ഈ ചെമ്പിന് പുറത്താണ് സ്വർഗം. എന്റെ ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ച സ്വർഗം. അദ്ദേഹത്തെയും എന്നെ ചെമ്പിലിട്ട് പൊരിച്ചെടുത്തു. ഇനി അടുത്ത ഊയം അബ്ദുള്ളയുടേതാണ്. 2 വിശ്വാസികളും വീരമരണം നടക്കുന്നതാണ്. അബ്ദുള്ള ധൈര്യം അവലംബിച്ചു. എന്തും നേരിടാനുള്ള ഈ തയ്യാറെടുപ്പിൽ ആ മനസ്സ് അല്ലാഹുവിൽ ലയിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് തവക്കൽതു അലൈക യാ റബ്ബി. അബ്ദുള്ളയോട് പുരോഹിതന്മാർ, സമയമായില്ലേ നിനക്ക് ഇസ്ലാമിന് പിന്മാറാൻ? അല്ലെങ്കിൽ നിനക്ക് നേരിടാൻ പോകുന്ന ശിക്ഷ നീ കണ്ടില്ലേ? ഇത് അവസാനത്തെ അവസരമാണ്. യേശുവിൽ വിശ്വസിച്ച് ക്രിസ്ത്യാനിയായാൽ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ഈ എണ്ണച്ചമ്പിൽ കുരിശേരിച്ച് പിടിച്ച ഓളയണിഞ്ഞ പ്രത്യേകതരം കിരീടം ധരിച്ച പുരോഹിതന്റെ അവസാനത്തെ വാക്ക്. അബ്ദുള്ള ഉറക്കെ മറുപടി പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്.
യേശു ഒരു മനുഷ്യൻ, അദ്ദേഹം ദൈവമാണെന്ന് വിശ്വസിക്കാൻ സാധ്യമല്ല. ഒരു നിമിഷം പോലും തൗഹീദിൽ നിന്ന് അകന്ന് ജീവിക്കുകയോ അതിനേക്കാൾ നല്ലത് 1000 തവണ ആവർത്തിച്ച് മരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തും ചെയ്യാം, ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അവർ അബ്ദുള്ളയെ ചെമ്പിൽ മുക്കാൻ തീരുമാനിച്ചു. വീണ്ടും താളലയങ്ങൾ, പൈശാചിക സംഗീതത്തിന്റെ ശബ്ദബീജകൾ, പുരോഹിതർ സജീവമായി ചെമ്പടുപ്പിലേക്ക് അവർ അബ്ദുള്ളയെ ആനയിച്ചു. കാൽ ചങ്ങലകൾ മൂലം വളരെ സാവധാനത്തിലാണ് നടത്തം. അബ്ദുള്ള എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മുഖത്ത് ഭാവമാറ്റങ്ങൾ പുരോഹിതന്മാർ ശ്രദ്ധിക്കുന്നുണ്ട്. അബ്ദുള്ളയുടെ നയനങ്ങൾ ജലാർദ്രമായി 2-3 വെള്ളിമണികൾ ഊർന്നിറങ്ങി. ഇത് കണ്ട പുരോഹിതൻ പ്രയാണം നിർത്താൻ ആഹ്വാനം ചെയ്തു. അബ്ദുള്ളക്ക് മനസ്സാന്തരമുണ്ടായിരിക്കുന്നു. ഇവൻ യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറായിരിക്കുന്നു. കൊട്ടാരത്തിൽ ദൂതരെത്തി രാജാവുമായി ചർച്ച നടത്തി. ഇങ്ങോട്ട് കൊണ്ടുവരൂ, ഞാൻ തന്നെ സംസാരിക്കട്ടെ. അവർ അബ്ദുള്ളയെ ഹാജരാക്കി രാജകൊട്ടാരത്തിൽ. രാജാവ് ചോദിച്ചു, ഇപ്പൊ മനസ്സിലായില്ലേ യേശുവിന്റെ മഹത്വം? പറയൂ, യേശുവിൽ വിശ്വസിക്കണം. അബ്ദുള്ള പറഞ്ഞു, ഇല്ല, ഞാൻ വിശ്വസിക്കുകയില്ല. അല്ലാഹു മാത്രമാണ്, അല്ലാഹു അഹദ്. രാജാവ് പറഞ്ഞു, ധിക്കാരി, ഇതെല്ലാം കണ്ടിട്ടും പാടും പഠിക്കാത്ത വിഡ്ഢി, പിന്നെ എന്തിനാണ് നീ കരഞ്ഞത്? ഇതുവരെ പതറാത്ത നിന്റെ മുഖം വിവർണമായത് എന്തിന്? അബ്ദുള്ള പറഞ്ഞു, രാജാവേ, മരണഭീതിയല്ല, ആശങ്കകളും വേവലാതികളുമല്ല എന്നെ കരയിപ്പിച്ചത്. ചെമ്പടുപ്പിന്റെ തീജ്വാലകൾ കണ്ടപ്പോൾ എന്റെ മനസ്സ് പറഞ്ഞു, ഇതാ ഈ ചെമ്പിൽ നിന്നെ പിടിച്ചിറക്കാൻ പോവുകയാണ്. 2 സഹോദരന്മാർ അതിൽ മുങ്ങി മരിച്ചു കണ്ടല്ലോ, അതേ ഗതി നിനക്കും വരുന്നു. ഈ മരണം എത്ര മനോഹരമാണ്, അഭിമാനകരമാണ്. സൗഭാഗ്യവാന്മാർക്ക് ലഭിക്കുന്ന അപൂർവ അവസരങ്ങളാണ് ഇങ്ങനെയുള്ള മരണങ്ങൾ. വിശ്വാസത്തിന്റെ പാതയിൽ ഒരു ത്യാഗമാണിത്. പക്ഷേ ഇത്ര മനോഹരമായ മരണം ഒരിക്കലല്ലേ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. നിന്റെ ശരീരത്തിലെ രോമത്തിന്റെ എണ്ണം മരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊരു ആനന്ദമായിരുന്നു. ഈ മനോഹര മരണം 1000 തവണ ആസ്വദിക്കാൻ സൗഭാഗ്യമുണ്ടായില്ലല്ലോ. ഇതോർത്തപ്പോൾ എനിക്ക് ദുഃഖം തോന്നി. എന്റെ നയനങ്ങൾ നിറഞ്ഞു. വിശ്വാസത്തിന്റെ വഴിയിൽ 1000 മരണങ്ങളെ സ്വീകരിക്കാൻ എനിക്ക് സന്തോഷമാണ്. ഒരിക്കൽ മാത്രമാണല്ലോ മരണമുള്ളത് എന്ന ചിന്തയാണ് എന്നെ കരയിപ്പിച്ചത്. അബ്ദുള്ളയുടെ വിശദീകരണം രാജാവിനെയും പരിചാരകന്മാരെയും വികാരവിചലിതരാക്കി. അവരുടെ മനസ്സ് അസ്വസ്ഥമായി. സർവരും സ്തബ്ധരായി. മൗനം, നീണ്ട നിശബ്ദത. അബ്ദുള്ള ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അനന്തവിഹായസിലേക്ക് കണ്ണു നട്ടു നിൽക്കുന്നു. എന്തു സംഭവിച്ചാലും പ്രശ്നമില്ലെന്ന നിലപാട്. ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കൈസറിന്റെ അഭ്യർത്ഥന, അബ്ദുള്ള, നിന്റെ ആദർശബോധം നിസ്തുലമാണ്, ആദരണീയമാണ്. ഇതാ ഈ നെറ്റിയിൽ ഒരു ഒന്ന് ചുംബിക്കൂ. ഞാൻ അനുഗ്രഹം നേടട്ടെ. നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. രാജാവിന്റെ ശിരസ് യാന്ത്രികമായി അബ്ദുള്ളയുടെ മുന്നിൽ കുനിഞ്ഞു. അബ്ദുള്ള ഒരു നിമിഷം അറച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് മാത്രം മോചനം വേണ്ട, മുഴുവൻ മുസ്ലിം തടവുകാർക്കും മോചനം ലഭിക്കുമോ? രാജാവ്, തീർച്ചയായും. റോമാ സാമ്രാജ്യത്തിലെവിടെ മുസ്ലിംകൾ തടവിലുണ്ടെങ്കിലും അവരെയെല്ലാം ഇതാ വിട്ടയച്ചിരിക്കുന്നു. അബ്ദുള്ളയുടെ മുഖം പ്രസന്നമായി. അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അബ്ദുള്ള മനസ്സോടെ രാജാവിന്റെ നെറ്റിയിൽ ചുംബിച്ചു. അബ്ദുള്ള പറഞ്ഞു, എന്റെ മനസ്സ് സംഘർഷഭരിതമായിരുന്നു. മരണത്തിന്റെ മുന്നിൽ നിന്നും പിടിച്ചു മാറ്റപ്പെടുകയായിരുന്നു. എന്റെയും സഹോദരങ്ങളുടെയും മോചനത്തിന് വേണ്ടി അല്ലാഹുവിന്റെ ശത്രുവിനെ ചുംബിക്കുക എന്റെ മനസാക്ഷി അതിനെതിരായിരുന്നു. എന്നാലും ഞാനത് ചെയ്തു. ഒരു പൊതുലക്ഷ്യത്തിന് വേണ്ടി, മുസ്ലിങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി. രാജാവും വാക്കുപാലിച്ചു. എല്ലാ മുസ്ലിം തടവുകാരെയും അബ്ദുള്ളയുടെ മുന്നിൽ ഹാജരാക്കാൻ കൽപ്പനയിറക്കി. അബ്ദുള്ളയുടെ ചങ്ങല അഴിച്ചു മാറ്റി. ഇരുമ്പ് ചങ്ങലകൾ സൃഷ്ടിച്ച ദുരിതപ്പാടുകളിൽ കൊട്ടാര വൈദ്യന്മാർ മരുന്ന് പുരട്ടി. അബ്ദുള്ളയും കൂട്ടുകാരും ആഹ്ലാദപൂർവ്വം മദീനയിലേക്ക് തിരിച്ചു. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു അവരെ വരവേൽക്കാൻ കാത്തിരിക്കുകയായിരുന്നു. മദീന നിവാസികൾ ഒന്നടങ്കം ആ വരവേൽപ്പിൽ പങ്കെടുത്തു. സ്വാഗതമോദിക്കൊണ്ട് ഉമർ തങ്ങൾ പറഞ്ഞു, നാമെല്ലാം അബ്ദുള്ളക്ക് ചുംബനമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഇതാ ഞാൻ അബ്ദുള്ളയെ ചുംബിക്കട്ടെ. നിങ്ങളെല്ലാവരും ഈ ത്യാഗിവര്യന് സ്നേഹ ചുംബനങ്ങൾ സമർപ്പിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.